അടിപൊളിയായിരുന്നു. ടോണി ജോസ് അനുവിലെ നമുക്ക് കേരള പോലീസിൽ മാത്രമല്ല വേണം, കേരളത്തിലും വേണം. പിന്നെ ഷറഫുദ്ദീൻ ഒരു ഹീറോയിക് മൂവ്മെന്റ് അല്ല, കുറെ ഉണ്ടായിരുന്നു. പിന്നെ പടക്കളം കണക്ക് ഇതൊരു ഫൺ റൈഡ് മൂവിയാണ്. നല്ല മൂവിയായിരുന്നു, നല്ല എന്റർടൈനർ ആയിരുന്നു. ലാസ്റ്റ് ഒക്കെ വന്നപ്പോഴത്തേക്കും തിയേറ്ററിൽ കാണാൻ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. കോമഡിയൊക്കെ ഒരു രക്ഷയില്ല, നല്ല കോമഡിയാണ്. അല്ലാതെ ചിരിക്കാനൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. പടം ഒരു കോമഡി, വേറെ ഒന്നുമില്ല. കോമഡിക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്നൊരു പടമാണ്, വേറെ ഒന്നുമില്ല. സെക്കൻഡ് കാര്യങ്ങളൊക്കെ തന്നെയാണ് പടം നമുക്ക് അല്പം കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തത്. ഒരു സാഹസം മൂഡ് ക്രിയേറ്റ് ചെയ്തത്, അതായത് ഒരു എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുവന്ന ലെവലിലാണ് പടം ഇരിക്കുന്നത്. അടിപൊളി, നല്ലൊരു കോമഡി ത്രില്ലറാണ്. ഷറഫുദ്ദീൻ തന്നെയാണ് ഇതിന്റെ നിർമ്മാണം. പുള്ളി അതിന്റെ ഒരു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ പറ്റുവാണെങ്കിൽ ഇതൊക്കെയാണ് നമുക്ക് വലിയ ഹിറ്റ് ആക്കേണ്ട സിനിമ. പടം എങ്ങനെയുണ്ട്? കോമഡിയാണ്, നല്ല സമയം പോവും. അത്യാവശ്യം ഒരു ഓക്കെ. എല്ലാവരുടെ അഭിനയവും കാര്യങ്ങളും ഈ ത്രില്ലർ പടമാണോ? ഇൻവെസ്റ്റിഗേഷൻ പോകുന്നതാണ്. കോമഡി ചെയ്തിട്ടുണ്ട്. കോമഡിയാണ്, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. എല്ലാവരും നല്ല അഭിനയം, മോശം പറയാനൊന്നുമില്ല. ഒരു ത്രില്ലറാണോ ബ്രോ? കോമഡിയാണ്, എല്ലാം ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. ഞാൻ സ്റ്റോറി കണ്ടിട്ടില്ല. നല്ല അഭിനയം, ഒരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ പടമാണോ? കുട്ടികളായിട്ട് വന്നാണ് എല്ലാവർക്കും കാണാൻ പറ്റിയത്. ഇങ്ങനെയുണ്ട് പടം? നല്ല പടം. എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിൽ? എല്ലാം കളർഫുള്ളാണ്. കോമഡി ഉണ്ട്, കളർഫുൾ ഉണ്ട്, BGM ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ഒരു ത്രില്ലറായിട്ട് എല്ലാം ഉണ്ട്, എല്ലാ എലമെന്റ്സും ഉണ്ട്. ഇഷ്ടപ്പെട്ടോ? എന്താണ് ഇഷ്ടപ്പെട്ട പടത്തില്? പടത്തിൽ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അതിൽ മിക്ക സീനും കോമഡി കേട്ടാണ് വരണത്. എങ്ങനെയുണ്ട്? നല്ല ഇഷ്ടമാണ്. എന്താണ് ഇഷ്ടപ്പെട്ട പടത്തില്? നിറയെ ചിരിക്കാനൊക്കെ ഉണ്ട്. ഇഷ്ടപ്പെടുത്ത CD പോലത്തെ എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട് പടം? ഇഷ്ടമായി. എന്താണ് എടുത്തു പറയാനായിട്ടുള്ളത്? കോമഡിയാണ്. ടൈം ഒരു ലാഭില്ലാതെ പോയി, ടൈം പാസിംഗ് ആയിരുന്നു. കോമഡി ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി, നല്ലതായിട്ട് എൻജോയ് ചെയ്തു. നല്ല മൂവിയായിരുന്നു, നല്ല എന്റർടൈനർ ആയിരുന്നു. ലാസ്റ്റ് ഒക്കെ വന്നപ്പോഴത്തേക്കും തിയേറ്ററിൽ കാണാൻ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. ത്രില്ലറാണോ പടം? അതൊരു ഈ പറഞ്ഞ പോലെ അഡ്വഞ്ചർ കോമഡി എല്ലാം മിക്സ് ആയിട്ടുള്ള എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? അഭിനയം തിയേറ്ററിൽ കാണാനുള്ള ഉണ്ട്. കോമഡി വർക്കായിരുന്നു, നൈസ് ആയിരുന്നു. എന്താണ് ഇഷ്ടപ്പെട്ടത്? സ്റ്റോറിയൊക്കെ കൊള്ളാം. ഒരു സിമ്പിൾ സ്റ്റോറിയാണ്, എല്ലാം നല്ല രീതിയിൽ നൈസായിട്ട് എടുത്തിട്ടുണ്ട്. അതിന് ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ഫൺ റൈഡാണ്. വൻ കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു കോൺസെപ്റ്റിനെ അവർ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഷറഫുദ്ദീൻ എനിക്ക് തോന്നുന്നു ഇത്രയും നല്ലൊരു എഫേർട്ട് ഇടാൻ കാരണം ഇത്രയും നല്ലൊരു കോൺസെപ്റ്റ് കിട്ടിയോണ്ടായിരിക്കണം. നന്നായിട്ടുണ്ട് പടം. കോമഡിയൊക്കെ ഒരു രക്ഷയില്ല, നല്ല കോമഡിയാണ്. അല്ലാതെ ചിരിക്കാനൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. ടോണി ജോസ് അനുവിലെ നമുക്ക് കേരള പോലീസിൽ മാത്രമല്ല വേണം, കേരളത്തിലും വേണം. പിന്നെ ഷറഫുദ്ദീൻ ഒരു ഹീറോയിക് മൂവ്മെന്റ് അല്ല, കുറെ ഉണ്ടായിരുന്നു. പിന്നെ പടക്കളം കണക്ക് ഇതൊരു ഫൺ റൈഡ് മൂവിയാണ്. ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുക. സിനിമ പറ്റുവാണെങ്കിൽ ഇതൊക്കെയാണ് നമുക്ക് വലിയ ഹിറ്റ് ആക്കേണ്ട സിനിമ. ഒരു കോമിക് രീതിയിലാണ് കഥ കൊണ്ടുപോകുന്നത്. അപ്പം നമുക്ക് കണ്ടിരിക്കാൻ ഒരു വെറൈറ്റി ഫീലുണ്ട്. പിന്നെ ഷറഫുദ്ദീനും എല്ലാവരും കാസ്റ്റ് ചെയ്ത് എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡി നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. പടം ഒരു കോമഡി, വേറെ ഒന്നുമില്ല. കോമഡിക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്നൊരു പടമാണ്, വേറെ ഒന്നുമില്ല. സെക്കൻഡ് കാര്യങ്ങളൊക്കെ തന്നെയാണ് പടം നമുക്ക് അല്പം കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തത്. ഒരു സാഹസം മൂഡ് ക്രിയേറ്റ് ചെയ്തത്, അതായത് ഒരു എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുവന്ന ലെവലിലാണ് പടം ഇരിക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ട് പ്ലാൻ ചെയ്തു. പക്ഷെ നമുക്ക് OTTക്ക് പറ്റിയൊരു പടം. തിയേറ്ററിൽ നമുക്ക് കണ്ട് ഫസ്റ്റ് വാച്ച് എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. ചുമ്മാ ഒരു സ്ട്രെസ് റിലീഫിന് വേണ്ടി ചുമ്മാ കണ്ടിട്ട് പോകും. പിള്ളേർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും, കാരണം ഫുൾ കോമഡിയാണ്. കോമഡി എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. പടം വൈസ് നോക്കുമ്പോഴത്തേക്ക് ലോജിക്കൽ കാര്യങ്ങളൊന്നുമില്ല, ചുമ്മാ കണ്ടുപോകാൻ പറ്റിയൊരു പടം. അടിപൊളി, നല്ലൊരു കോമഡി ത്രില്ലറാണ്. ഷറഫുദ്ദീൻ തന്നെയാണ് ഇതിന്റെ നിർമ്മാണം. പുള്ളി അതിന്റെ ഒരു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. തുടക്കം മുതൽ ഒടുക്കം വരെ നമുക്ക് ചിരിപ്പിക്കാനുള്ള ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇൻസിഡൻസ് ആണ് കേട്ടോ, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ പ്രേതച്ചൊക്കെ ഒരു ബുദ്ധി, അദ്ദേഹത്തിന്റെ പഴയ വന്ദനം അതിലൊക്കെ ഉള്ള പോലെയുള്ള കോമഡി സീൻസ്. ഒരു അങ്ങനെ തൊടുത്ത് ഇങ്ങനെ ഒരു തമാശയുടെ ഒരു ഇൻസിഡൻറ്റ് തുടങ്ങുമ്പോൾ കണക്റ്റഡ് ആയിട്ട് ഒരു 8-10 മിനിറ്റ് അതിൻ്റെ ഇതായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും എല്ലാം സൂപ്പർ, നല്ലൊരു കുഴപ്പമില്ല. ലാസ്റ്റ് ഒരു 10 മിനിറ്റത്തെ കോമഡി നമുക്ക് നന്നായിട്ട് മുതലാകും. കാരണം എന്താ പറയുക, ഈ പടത്തിൻ്റെ മിസ്റ്ററി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ സ്റ്റാർട്ടിംഗ് ഉണ്ട്, ത്രില്ലർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ത്രില്ലറും ഉണ്ട്,
പക്ഷെ അതൊന്നും എഫക്റ്റീവായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൽ ആക്ടേഴ്സൊക്കെ ഷറഫുദ്ദീനൊക്കെ ഓരോ ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ റോള് മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മലയാളി ഇപ്പോൾ കാരണം ഒറ്റയ്ക്ക് ഒരു പടം കാണാൻ വിജയരാഘവൻ്റെ റോള് കോമഡി ലാസ്റ്റ് ഒരു 10 മിനിറ്റ് നമുക്ക് മുതലാണ്. ആ ഒരു 10 മിനിറ്റ് തന്നെ ആയിരിക്കും ഈ പടത്തിൻ്റെ ഇമ്പാക്റ്റ്. അപ്പോൾ കോമഡി നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഫാമിലിയായിട്ടൊക്കെ ഒന്ന് 10 മിനിറ്റ് മൈൻഡ് ഒന്ന് റിലീഫ് ആകാൻ പറ്റിയ ഒരു നല്ല കോമഡി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ആവറേജ് ലെവലിലാണ് പടം.